മുതലാളി, ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എനിക്ക് നന്ദി പറയാനുള്ളത് അനുമോളോടാണ്. ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അവളുടെ തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട്. ജോക്കില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. അവരുടെ കുറ്റമല്ലായിരിക്കാം. പറയുന്ന കാര്യത്തിന് ഒരു ഇത്തിരി പോലും ജെനുവിനിറ്റി ഇല്ലാതെ പറഞ്ഞാലും ഓപ്പോസിറ്റ് നിന്ന് ആദിലേക്ക് അത് ആളെ മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസും കൊടുക്കാതെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ചത് അനുമോളാ. എന്റെ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ? എന്തിന്? ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റും. ആക്ടിങ് അത്ര സിമ്പിൾ ആണ് എന്ന് എനിക്ക് കാണിച്ചു തന്നത് അനുമോളാണ്. താങ്ക് യു ഫോർ ദാറ്റ്. കുറെ നേരത്തേക്ക് എന്നെ കളിയൊക്കെ ചിരിക്കലായിരുന്നു. വല്ലാണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും തോറ്റുപോവില്ല, തോറ്റുപോകാൻ സമ്മതിക്കത്തുമില്ല. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ്. ഇത്രയും നാൾ കണ്ടതല്ല, ശവങ്ങളായിരുന്നു. ഇതൊന്നും കണ്ട് മോള് സുഖിക്കണ്ട. നീ നോക്കിക്കോ, ബാലറ്റ് പെട്ടി പൊട്ടുമ്പോ നീ കരയും. ആദില ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയുകയാണ്. പ്രതീക്ഷയില്ല എത്ര നിൽക്കാൻ പറ്റുന്നു. കാരണം പുറത്ത് ഓൾറെഡി ഹേറ്റഡ് ആണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ജനങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ, കിട്ടിയാ ഞാൻ അടിച്ചവളുടെ കാരണയും വിളിക്കും. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എന്ന്. ഇപ്പൊ മനസ്സിലായി, ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മനസ്സിലായി. പട്ടാ ഗേൾസ് എന്നൊരു പേരുള്ളത് അറിയോ? അറിയാം. ഈ അനു ഓക്കെ അല്ലാത്ത ടൈമില് അവള് ഒരു ക്രൈ ബേബി ആയിരുന്നു സ്റ്റാർട്ടിങ്ങില്. അതിന് നിനക്കെന്താണ് നഷ്ടം? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. സോ അപ്പൊ അതൊന്ന് ഞാൻ ഒന്ന് ചിയറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ തമാശകളൊക്കെ കാണിച്ച് അവളൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പട്ടാ പട്ടാ പട്ടാന്നൊക്കെ പറഞ്ഞു പാട്ടൊക്കെ പാടി. പിന്നെ അത് പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയോ ആയിപ്പോയി. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. അപ്പൊ പട്ടാ ഗേൾസ് എന്താ പൊളിഞ്ഞോ ഇപ്പൊ? അത് പട്ടാ ഗേൾസ് സ്ട്രോങ് ആയിരുന്നു, അത് എവിടെയോ ഒരു വിള്ളല് വന്നോ? പിന്നീട് അനുവിന്റെ സൈഡിൽ നിന്നും കുറച്ച് അവിടെ ഇവിടെ ഡ്രാമ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇതൊരുതരം ജന്മവാസനയാണ്. അപവാദം പറഞ്ഞും കുറ്റപ്പെടുത്തിയും മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അനുഭവിക്കുന്ന സുഖം. നമ്മളെ പുറകെ നടത്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ, അതായത് തെറ്റുക, നമ്മള് പുറകെ പോവുക, അങ്ങനത്തെ ഒരു ഇത്. അല്ലാതെ ഇങ്ങോട്ട് വരുന്ന ഒരു സംഗതി ഇല്ല. സോറി പറയും, പിന്നെ മിണ്ടണോ വേണ്ടെന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. പിന്നെ മിണ്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ അയാളുടെ പുറകെ പോകത്തില്ല. ഞാൻ അങ്ങനെയാണ്. ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ പുറകെ പോയി എനിക്ക് സോപ്പിട്ട് ഒലിപ്പിച്ച് നിൽക്കാൻ എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് അവളെ ആസ് എ ഫ്രണ്ട് ഇഷ്ടമായത് കൊണ്ട് ഞാൻ പുറകെ പോയിട്ടൊക്കെ ഉണ്ട്, നിരക്കാക്കും. ഞാനായിട്ട് അങ്ങനെ ബലം പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്ന ഒരു അപ്പൊ അങ്ങനെ ഇതാക്കുവാർന്ന്. ഇടക്ക് മിണ്ടും ഇടക്ക് പിണങ്ങും, അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ ഒരു ഗെയിമിന് വേണ്ടിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നൊരു ഡൗട്ട് ഉണ്ട്. എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയതോ? പുറത്തിറങ്ങുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടാവില്ല. ഐ സ്വെയർ യു വിൽ ബി ഹാപ്പി. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ആര്യന്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ലേ? എന്തായിരുന്നു ആര്യന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, നമ്മൾ ഇന്ന് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അത് അവള് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തില്ല. പക്ഷെ അവള് ഹാൻഡിൽ ചെയ്യുന്നത് വേറെയാണ്, ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് വേറെയാണ്. ഞാൻ ഇത് അഗ്രസീവ് പേഴ്സൺ. ഉള്ളത് അപ്പ എടുത്തുചാട്ടം കൂടുതലാണ്. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. പൊസസീവ്നെസ്, അവൾക്ക് പൊസസീവ്നെസ് ഇല്ലാന്നോ ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൽ പൊസസീവ്നെസ് അല്ലായിരുന്നു. അതില് റിയാക്ട് ചെയ്യാത്തത് ലൈക്ക് ഷി ഡോണ്ട് ഡിസേർവ് ദാറ്റ്, അങ്ങനത്തെ ഉള്ള ഒരു സംഗതി എനിക്ക് ഉണ്ടായിരുന്നു. ചിരിക്കണം. ചിരിച്ചൂടെ? എന്താ ഇത്ര ചിരിക്കാൻ? ചിരിച്ചോ? എന്നെ ചിരിച്ചു. അങ്ങനെ ഓരോന്നോർത്ത് എങ്ങനെയാ ചിരിക്കാതിരിക്കുക? ഏറ്റവും ഒരു ഹേർട്ട് ചെയ്ത മൊമെന്റ് എന്താ?
അല്ലെ? ഹേർട്ട് ചെയ്ത മൊമെന്റ് റീസെന്റ് ആയിട്ട് അനുവായിട്ടുണ്ടായിരുന്നു. അവള് ഒരു സംഭവം പറഞ്ഞത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്രയ്ക്ക് ശത്രുത? അതായത് അവളുടെ എന്തോ കണ്ടിട്ടാണ് ഞാനും നൂറെ അവളുടെ കൂടെ പുറകെ കൂടിയത്. നടക്കുന്നെ. ആ. അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അത് ചിലരോട് പറഞ്ഞ് ഞാനും നൂറയും കേട്ടതായിരുന്നു. പക്ഷെ അത് നമ്മൾ ഉള്ളോട്ട് എടുത്തില്ല, കാരണം നമുക്കറിയാം നമ്മൾ എന്താന്നുള്ളതില്. പക്ഷെ വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. പിന്നെ നൂറയായിട്ട് അവളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. മറ്റേ ഫിനാലെ ഇത് കിട്ടി, ടിക്കറ്റ് ഫിനാലെ കിട്ടിയതിൻ്റെത് അഹങ്കാരാന്ന് പറഞ്ഞിട്ട് അതൊരു സത്യം മാത്രം. ലൈക്ക് അവളുടെ പുറകെ ഫ്രണ്ട്സ് ആയിട്ട് നടന്നത് അവളുടെ എന്തോ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അനു മീൻ ചെയ്തത് ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ആള് പറഞ്ഞത് ഇതാണ്. പക്ഷെ അത് പറഞ്ഞത് മൊത്തത്തിൽ എനിക്കത് ആളിന്ന് തന്നെ അത് വായിന്ന് വന്നപ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉള്ളെന്താന്ന് ഇപ്പോഴും അറിയില്ല, കാരണം ഒരു സമയത്ത് പറഞ്ഞതല്ല കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത്. വേണ്ട വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ശരിക്കും ആ വീട്ടിലെ ഡ്രാമ ക്വീൻ ആരാ? അനുമോൾ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആരാ? ക്യൂട്ട്നെസ് വാരി വിതറുന്നത് അനുമോൾ ഓവറാക്കി ചളാക്കലുണ്ട്. ഇത്ര ചീപ്പാണോ നീ? ഇത്ര വൃത്തികെട്ട മനസ്സാണോ നിനക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കൊത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. നൂറ് ക്യൂട്ടാണ്, അവളുടെ ക്യൂട്ടാസ് വേറെയാണ്. പക്ഷെ ഓവറാക്കി ചളാക്കുന്നത് അനുവാണ്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഇന്ന് അനു വൈ അനു എനിക്ക് തോന്നുന്നു PR ആയിരിക്കാം. നോട്ട് അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തെ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ. നമുക്ക് ഉറപ്പില്ലാത്ത അല്ല, എന്റെ ഒപ്പീനിയൻ ഓക്കെ. അത്ര മേ ബി എന്താ പറയാ, ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന്റെ നമ്മൾ ടോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അനുവായിരിക്കും എന്ന്. അങ്ങനെ പറയരുത് സാർ, അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. എന്തിനാണ് അനുമോൾക്ക് പിആറിന്റെ ആവശ്യകത? അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഇത്രയധികം പരിപാടികൾക്ക് ഇതുപോലെ അനുമോൾ ഇതുപോലെ വന്ന് അറ്റൻഡ് ചെയ്ത് പോയി ഇനോഗ്രേഷൻ പരിപാടികൾ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? സ്റ്റാർ മാജിക് എന്നുള്ള ഷോ ചെയ്യുന്ന സമയത്ത് അനുമോള് കേരളത്തിൽ മാത്രമല്ല പുറത്തും വിദേശത്തും ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇനോഗ്രേഷൻസ് അടക്കം അറ്റൻഡ് ചെയ്ത ഒരാളാണ്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. സ്റ്റാർ മാജിക് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യിച്ചിരിക്കുന്നതും എത്രയധികം ആരാധകരുണ്ടായിട്ടുള്ളതും ഒരു ലക്ഷ്മിയെ പോലെ തന്നെ എന്താ പറയുക അനുമോൾക്കും തന്നെയാണ്. 100% ഞാൻ യോജിക്കുന്നു. അത് വേണം ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നതാണ്. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. എന്തെന്നറിയോ, ഉറപ്പായിട്ടും ഇവിടെയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും എല്ലാവരും പറയും ഞാനത് എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ബലത്തിൽ എടുത്തതെന്ന്. പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു. 1000 വോട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ 1000 പേരും തന്റെ ഒപ്പമാ, തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ. അത് മതിയടോ. എനിക്ക് വേണ്ട. എനിക്കത് അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജെന്യൂനായിട്ടുള്ള ഓഡിയൻസ് എനിക്ക് എന്നെ വോട്ട് ചെയ്ത് എനിക്ക് തരുന്നുണ്ടെങ്കിൽ മാത്രം അത് എനിക്കത് മതി, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട. വിജയ പതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് വിജയശ്രീലാളിതരായിട്ട് തിരിച്ചു വരണം. ഇത് ഞങ്ങളുടെ തീരുമാനം, അനുസരിക്കണം. ഞങ്ങളുണ്ട് കൂടെ.